ഹലോ സർ. ഹലോ ദിലീപേട്ട. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം അവർ മാസ്റ്റർ അല്ലേ? പ്ലീസ് സർ. നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ PK സജീവിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനെ എന്നെ ഒരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജീവും കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകളോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന് ഞാൻ ശരിയാകത്തില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിബും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അതെടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്നുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം സജീവ് പറഞ്ഞതാണ്, എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആനും സജീവും ഒക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ദിലീപേട്ട, ആദ്യം മൈക്കങ്ങ് കൊടുത്തത് തന്നെ ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. ബ്ലസ്വേ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി നിന്ന് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പം അത് കയറി തൂങ്ങിയത്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളിൽ ഒരാൾ അലക്സ്റ്റിയാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലക്സ്റ്റിയാനും ലാൽ ജോസും സുധീഷ് മീശുമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ലാതെ. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലക്സ്റ്റിയാനെ ഞങ്ങൾ കാണുന്നത് അലക്സ്റ്റിയാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സ്റ്റിയാൻ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മണത്തൂർ കനവ്. അതിനുശേഷം അലക്സ്റ്റിയാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലക്സ്റ്റിയാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാൻ,
അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് പെടുന്നത്. കാരണം വലിയ ഭാഗ്യമുണ്ട്, ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി കിടന്നിരുന്ന ഈ രാജേഷ്, കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നില്ല അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇവിടെ വരാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെൻ്റ്, ഒരു കണ്ടന്റ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കെല്ലാം നന്മകൾ നേരുന്നു. അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞത് ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാർക്ക് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നലെ തുടങ്ങിയതൊന്നുമല്ല. ലോഹി സാറിൻ്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പ്രതിഭയായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ, ഐശ്വര്യ, നമ്മളെല്ലാം കിടുക്കിയ ഒരാളാണ് ഞാനിവിടെ വെച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഓൾ ദ ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദ ബെസ്റ്റ്. എവിടെ ഇരിക്കണമെന്ന് കണ്ടുകൂടാ, പോയാ എല്ലാവർക്കും. ജോണി ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല, കാരണം ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക CID മൂസ സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം എവിടെ ചെയ്യാൻ, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ അതിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുകൊണ്ടിരിക്കുക ക്ഷമിക്കണേ. അയ്യോ, എൻ്റെ മക്കളെ, എൻ്റെ അത്രയും അടുപ്പമുള്ള ഷാനീസാക്കി, ഷറഫ്, ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ദിലീപേട്ടാ. പോകട്ടെ. അങ്ങനെയാവാം. താങ്ക് യു സോ മച്ച്. CID മൂസ സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. മെയ് 9 ഞാൻ അഭിനയിച്ചൊരു പടം അതിന്റെ ഓഡിയോ ലോഞ്ചിന് ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ചിലെങ്കിലും അത് പറയാനോ എന്ന് വിചാരിച്ചിട്ട് എന്റെ നിർമ്മാതാവ് ലിസ്റ്റ് സ്റ്റേറ്റിലൂടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഇതിന്റെ തിരക്കിന്റെ ഇടയിൽ അത് മറക്കരുത് കേട്ടോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്റെ സിനിമ കാണാൻ മറക്കരുത്. അതുകൂടി എനിക്ക് ബാക്കിയല്ല ലിസ്റ്റ് പറഞ്ഞു.